ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർ സ്വാഗതം. കുറച്ചു നാളുകളായി അഞ്ചപ്പം പങ്കുവയ്ക്കാൻ സാധിച്ചില്ല. നിങ്ങൾ ക്ഷമിക്കണം. ചില തിരക്കുകൾ, അതോടൊപ്പം തന്നെ തിരക്കുകൾ മാത്രമല്ല, നമുക്കറിയാലോ, ചില കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തടസ്സങ്ങൾ വരാം. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഓശാന ഞായറാഴ്ച ദിവസം വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ തുടരുകയാണ്. ഹോസാന എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കെല്ലാവർക്കും ഇന്നറിയാം. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. 118 സങ്കീർത്തനം 25 തിരുവചനം ഏറെ മനോഹരമാണ്. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. ഈ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാവേ, യുവതിയെ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തിൽ നിന്നാണ് നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷ കിട്ടേണ്ടത്? കടബാധ്യതയിൽ നിന്നാണോ? മാനസിക ക്ലേശത്തിൽ നിന്നാണോ? ദുഃഖദുരിതത്തിൽ നിന്നാണോ? മദ്യപാനത്തിൽ നിന്നാണോ? കുടുംബ കലഹത്തിൽ നിന്നാണോ? സഹോദരങ്ങളുമായിട്ടുള്ള വെറുപ്പിൽ നിന്നാണോ? ചില പാപത്തിന്റെ അടിമത്തങ്ങളിൽ നിന്നാണോ? എവിടെയാണ് നിനക്ക് രക്ഷ വേണ്ടത്? എഴുതി വയ്ക്കുക. കർത്താവിനോട് വിജയം ചോദിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ്? ദാമ്പത്യ ജീവിതം ഐക്യത്തിൽ ആയിക്കൊണ്ടുള്ള ഒരു വിജയം, കുഞ്ഞുങ്ങൾ നല്ല വഴിയിലൂടെ നടന്ന് മുന്നേറുന്ന ഒരു വിജയം, കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ ആഴപ്പെടുന്ന ഒരു വിജയം, അധ്വാനങ്ങൾ അനുഗ്രഹവും ഫലദായകവുമായി മാറുന്ന ഒരു വിജയം, ആത്മാവിൽ ശക്തി പ്രാപിക്കുന്ന ഒരു വിജയം, തിന്മകളുടെ മേൽ ആത്മാവിന്റെ വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യം നേടുന്ന ഒരു വിജയം, ബിസിനസ്സിൽ വിജയം, ജോലിയിൽ വിജയം, പഠനത്തിൽ വിജയം. നമ്മുടെ രക്ഷപ്പെടേണ്ട മേഖലകൾ, വിജയം നേടേണ്ട മേഖലകൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഉറച്ചു വിശ്വസിക്കുക, ഈ രക്ഷ നൽകുവാൻ, ഈ വിജയം നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തു മധ്യായവനാണ്. ഈ വിശുദ്ധ ആഴ്ചയിൽ നമുക്കൊന്നു ചേർന്ന് ഉള്ളുരുകി, മനം നുറുകി, വിശ്വാസത്തോടെ ഈ രക്ഷ അനുഭവമായി മാറുവാൻ, ഈ വിജയം അനുഭവമായി മാറുവാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഉത്ഥാനത്തിന്റെ പുതുഞാറാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങളുടെയും സൗഖ്യങ്ങളുടെയും ഒരു ദിനമായി മാറട്ടെ. ഒരുപക്ഷെ ഒരാഴ്ച കൊണ്ടായിരിക്കില്ല, തീർച്ചയായും ഈ രക്ഷയുടെയും വിജയത്തിന്റെയും അനുഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന, ആ പ്രത്യാശയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ദിനങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ഈശോയെ, പ്രത്യേകമായി ഈ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിന്റെ കണ്ണുനീരും വേദനകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം അങ്ങെടുത്ത് മാറ്റണമേ. അവരുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന സൗഖ്യവും സമാധാനവും അങ്ങ് നൽകണമേ. നിരാശയുടെ പടുകുഴിയിൽ കഴിയുന്നവരെ പ്രത്യാശ നൽകി വിജയത്തിലേക്ക് അങ്ങ് നയിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് ഞങ്ങൾക്ക് വിജയം നൽകണമേ.